ഏറ്റവും ബാക്കിലേക്ക് കയറി നിൽക്കാണ്. അതാ ഇവിടെ നിൽക്കാം നമുക്ക്. ദി സ്പോട്ട്ലൈറ്റ് ഷുഡ് ബി ഓൺ യു. ഓക്കെ. ഇല്ല, സിനിമ നന്നായിട്ട് വന്നു, ആളുകൾ കണ്ടു, പടം ഹിറ്റായി, നല്ല അഭിപ്രായങ്ങൾ കിട്ടി. എല്ലാ സെക്ഷനും അപ്രിസിയേഷൻ കിട്ടി. അത് റൈറ്റിംഗ് മാത്രമല്ല, ഡയറക്ഷൻ, മ്യൂസിക്, ആക്ടിങ്, എല്ലാ കാറ്റഗറിയും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ സ്വാഭാവികമായിട്ട് സന്തോഷമുണ്ട്. ഈ ഒരു മൊമെന്ററായിട്ട് കാത്തിരുന്നിരുന്നോ നരിവേട്ട സക്സസ് ആയി? അപ്പൊ ഒരു സക്സസ് പാർട്ടിയില് അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റേജിലെത്തി എല്ലാവരോടും സംസാരിക്കും, പടം ഇറങ്ങാൻ ഓടാ, ആളുകൾ നല്ലതാണെന്ന് പറഞ്ഞ സന്തോഷമാണ്. അതല്ലാതെ ഈ ഒരു മൊമെന്റിനായിട്ടൊന്നും നമ്മളിങ്ങനെ കാത്തിരുന്നിട്ടില്ല അല്ലെ? ഓക്കെ. അഗൈൻ അധികം വാക്കുകളിൽ സംസാരിക്കാതെ വലിയ കഥ എഴുതും, ഒരുപാട് കാര്യങ്ങൾ എഴുതുമെങ്കിലും വാക്കില് മൈക്കില് ഒരു സദസ്സിന്റെ മുന്നിൽ സംസാരിക്കാൻ നമുക്ക് ചെറിയ മടിയാണ്. ചെറിയ മടിയല്ല, വലിയ മടിയാണ്. അതാ ഇപ്പോഴും അത്രയും വലിയ ചോദ്യം ഞാൻ ചോദിച്ചപ്പോഴും അതെല്ലാം തീർന്നു. ഒരു 2 സെന്റൻസ് കംപ്ലീറ്റ് നമ്മളോടൊന്ന് സംസാരിക്കുമോ? എങ്ങനെ ഉണ്ടായിരുന്നു നരിവേട്ടയിലേക്ക് കഥ എഴുതി സിനിമ റിലീസ് ആയപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? 2 സെന്റൻസ്, തികച്ച് 2 സെന്റൻസ് വേണേ. കഥയിലേക്ക് എത്തുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഒരു പോലീസ് ഓഫീസറുടെ ലൈഫ് അയാൾ നേരിടുന്ന ക്രൈസിസ്, അയാളുടെ ഒരു യാത്ര എന്നുള്ളതായിരുന്നു ഒരു കോൺസെപ്റ്റ്. ഒരു സെന്റൻസ് ആയി ഒരു 5 സെന്റൻസ് പറയാറുന്നല്ലേ? ഞാനത് എനിക്ക് അതിനകത്ത് ഒരു രസം തോന്നി. അനുരാധനെ വിളിച്ച് ഫോണിൽ പറയുന്നു. അങ്ങനെ ഞങ്ങള് ടോബിയുടെ അടുത്ത് കഥ പറയുന്നു, ടോബി ഒക്കെ പറയുന്നു. അവിടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നെ ഇതിന്റെ ഷൂട്ട് സത്യത്തിൽ കുറച്ച് ഹെക്റ്റിക്കായിരുന്നു. ആദ്യം കുട്ടനാട്ടിലായിരുന്നു, അത് വേറെ ടെറൈനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ വയനാട്ടിൽ പോകുന്നു. ഒക്ടോബർ, നവംബർ ആ സമയത്താണ് വയനാട്ടിൽ ഷൂട്ട് ചെയ്യുന്നത്. ഹ്യൂജ് ക്രൗഡ് ഉണ്ട്. അപ്പം ഒരു വലിയ പ്രോസസ്സായിരുന്നു ഷൂട്ടിങ്. പിന്നെ മ്യൂസിക്, ബാക്കി കാര്യങ്ങളെല്ലാം പടം ഇറങ്ങുന്നു സ്വാഭാവികം. അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നല്ല രീതിയിൽ പോയി. 10 സെന്റൻസ് ആയിരുന്നു. 10 ആയില്ല, പക്ഷെ അത്യാവശ്യം നല്ല ലെങ്തി സെന്റൻസസ് പറഞ്ഞല്ലേ?